സാമ്പാർ പെട്ടെന്ന് കുക്കറിൽ ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അതിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചേന, ചേമ്പ്, സവാള, തക്കാളി, കായ, ദൂതി, പയർ, വെണ്ടയ്ക്ക, കോവയ്ക്ക, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു കുക്കറിലോട്ട് നമുക്ക് ആക്കാം. ഇത് സാമ്പാർ പരിപ്പാണ്, പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്. തുമരപ്പരിപ്പ് നമുക്ക് ഇച്ചിരി കട്ടിയുള്ളതും എടുക്കാം, അത് ഇച്ചിരി സമയം എടുക്കും. ഞാൻ ഇത് ഒന്നിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് എളുപ്പം വേവുന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. പരിപ്പും നമുക്ക് കുക്കറിലാക്കാം. നമ്മളിപ്പം പരിപ്പും അതുപോലെ എല്ലാ കഷ്ണങ്ങളും കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. ഉപ്പ് ഒരു 1.5 സ്പൂണ്, ഒരു 2 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. പിന്നെ ലാസ്റ്റിൽ വെന്തതിന് ശേഷം അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇതോടൊപ്പം ചേർക്കാം. ഇപ്പോൾ ഒരു 5.5 സ്പൂണ് ബ്രാഹ്മൺ സാമ്പാർ പൊടി ഞാൻ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വെന്തതിന് ശേഷം ബാക്കി എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് കടുക് വറക്കാൻ നേരം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഇതിനകത്തിനി ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളമുണ്ട്, അത് നികയ്ക്ക് വെള്ളം ഒഴിക്കണം. ഇത്രയും നമുക്ക് കുക്കറിലോട്ട്, കണ്ടോ, ഇത് ഇപ്പം കഷ്ണത്തിന് തൊട്ട് മേളിൽ നിൽക്കാനുള്ള വെള്ളമേ ഉള്ളൂ. ഒരു 5 ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇത്രയും വെള്ളവും സാമ്പാർ ഇതുണ്ട്. 3 വിസിലടിച്ചിട്ട് എയർ പോയി കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നപ്പോൾ സാമ്പാർ റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം. കടുക് വറക്കാൻ വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, പിന്നെ ഇത് വെളുത്തുള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞ്, കൊച്ചുള്ളി വേണ്ടവർക്ക് അത് ചെയ്യാം. ഇത് മല്ലിയിലയാണ്, കറിവേപ്പില. ഇത്രയും സാധനം കടുക് പൊട്ടിക്കഴിയുമ്പം എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കി വറുത്ത് നമുക്ക് സാമ്പാറിനകത്ത് ചേർക്കാം. എണ്ണ ചൂടായി, നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കാം. വറക്കാനുള്ള സാധനങ്ങൾ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. സാമ്പാറിനുള്ള കടുക് എല്ലാം വറുത്ത് റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് സാമ്പാറിനകത്തോട്ട് ചേർക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി, കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം സാമ്പാർ പരുവത്തിന് ആണ്. ഇപ്പം ഒത്തിരി കട്ടിയിലാണ് എങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുറച്ച് ചേർക്കാൻ പറ്റും. ഇതിപ്പം കറക്റ്റായിട്ടുള്ള അളവാണ്. സാമ്പാർ റെഡി. കുക്കറിനകത്ത് എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്